ഒരു ഐഡിയയോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ നമ്മൾ റാൻഡമായിട്ട് ഒരു തുണിയിൽ ബ്ലൗസ് തയ്ച്ചു. അതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ ബ്ലൗസ് തയ്ച്ചത് കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഈ ഒരു ബ്ലൗസിന് പറ്റിയ ഒരു പാവാടയ്ക്കുള്ള തുണി കണ്ടുപിടിക്കലാണ്. അങ്ങനെ തുണി തപ്പി 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 ഞാൻ ഒരുപാട് വഴിയിലൂടെ സഞ്ചരിച്ചു. ആരും കാണാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു, ഒരു ഭ്രാന്തിയെപ്പോലെ. മണിച്ചിത്രത്താഴുള്ള ഡയലോഗ്. അതേപോലെ തന്നെ ഗൈസ്, ഞാൻ കുറേ തുണികളെടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇതിൻ്റെ കൂടെ എന്ത് മാച്ചാവും. അങ്ങനെ അമ്മയുടെ സാരി അല്ലാതെ ഉള്ള തുണി എന്തൊക്കെ തച്ചതിൻ്റെ ബാക്കി എല്ലാ ബ്ലൗസിൻ്റെ തുണി ഉൾപ്പെടെ സകലമാനം എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ഗൈസ്, ഇപ്പോൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു കസവിൻ്റെ ഇതുണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ക്ലിക്കായി. അത് കൊള്ളാം. പക്ഷേ സംഭവം എന്താണെന്ന് പറയാമെന്ന് വെച്ചാൽ അത്രയും തുണി കൊണ്ട് ഒരു പാവാട തയ്ക്കാനും പറ്റത്തുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇനിയിപ്പോൾ എന്തായി ഒന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഈ ഒരു സാരി എൻ്റെ മൈൻഡിൽ എനിക്ക് ഓർമ്മ വന്നത്. ഏതോ കാലത്ത് അമ്മ എനിക്ക് തയ്ക്കാൻ തന്നൊരു കസവിൻ്റെ സാരിയാണ്. ഇങ്ങനെ ചുളുങ്ങി മടങ്ങി അതിൻ്റെ എൻഡൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുന്താണി വന്നിട്ട് ഇത്രയും ഇങ്ങനെ ഗോൾഡ് കളർ വർക്കൊക്കെ ഉള്ളതാണ്. എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങ് ചെയ്തു. ഞാൻ ആ ഒരു സാരി ഉണ്ടല്ലോ ഓൾറെഡി എന്തൊക്കെയോ വെട്ടി തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊരു പാവാടയ്ക്കുള്ളത് ഇന്ന് ഒപ്പിക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്, ഇതിൽ വെച്ച് ചെയ്യാം, ഇങ്ങനെ ബ്ലൗസിൻ്റെ കൂടെ മാച്ചാവും. എന്തായാലും നമുക്കൊരു ഓണം വൈബല്ലേ വേണ്ടത്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇത് വെച്ച് തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് തന്നെ അങ്ങ് കൺഫേം ചെയ്തു. ഇതിലാണെങ്കിൽ ഇതെങ്ങനെ ഗോൾഡ് കളറിൽ അങ്ങനത്തെ വർക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ എന്താവുന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ട് ഞാൻ നമ്മുടെ പാവാടയ്ക്ക് ആവശ്യമുള്ളൊരു 2 മീറ്റർ, ഒരു 1.25 കൂടുതൽ വേണം, 2 മീറ്ററോളം അടുപ്പിച്ച്. അപ്പോൾ ആ 2 മീറ്റർ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ മേളിലും താഴെയുള്ള ഈ ഒരു ഗോൾഡൻ കളറൊക്കെ വെട്ടിക്കളയണം. കാരണം അതൊക്കെ ഇങ്ങനെ ചുരുണ്ട് മടങ്ങി പോയിട്ടുണ്ട്. ഈ ഓൾഡ് സാരിയൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, അതേപോലെ ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ പാവാടയ്ക്ക് എത്ര ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അതൊന്നും അടയാളപ്പെടുത്തി അതും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മീറ്ററോളം തുണിയിൽ ഒരു 24-25 ലെങ്ത്തിൽ ഞാനിങ്ങനെ എടുത്തതിന് ശേഷം ഇനി ഞാനൊന്ന് എന്നിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ബ്ലൗസുമായിട്ട് ചേരുന്നൊരു സംഭവം വേണ്ടേ. അങ്ങനെ ബ്ലൗസ് തെച്ചിട്ട് ബാക്കി വന്ന് ഈ ഒരു തുണി ഉണ്ടല്ലോ, ഈ ഒരു തുണി ഇതിൻ്റെ താഴെ ഇതേപോലെ ഒന്ന് വീതി ബോർഡർ ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്താവുന്നൊന്നും അപ്പോഴും എനിക്കൊരു പിടിയില്ല. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളെന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ലേ, ഇനിയിപ്പോൾ എന്തായാലും നനഞ്ഞില്ലേ, ഇനിയിപ്പോൾ കുളിച്ച് കയറാമെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഏകദേശം 1.25-2 മീറ്റർ വരുന്ന ഇതിനെ 8 വീതിയിലുള്ള 3 പീസാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മളിങ്ങനെ ആ ഒരു തുണിയുടെ വീതി കൊണ്ടിങ്ങനെ പ്ലസ് ചെയ്യണം. നമുക്ക് 2.25 എത്ര വരെ കിട്ടും എന്നുള്ളത് പ്ലസ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ എത്ര ബോർഡറിന് ഇതൊരു 3 എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ 3 കൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ബോർഡറിന് എത്ര വീതി വേണമെന്നൊക്കെ കിട്ടും. അത് വെച്ച് ഞാൻ ഇങ്ങനെ ബോർഡർ 3 ലെയർ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഈ നമ്മുടെ പാവാട തയ്ക്കാനുള്ള നല്ല തുണിയുടെ എൻഡിനെ ഒന്ന് മടക്കി അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് തയ്ക്കണം. അതും നമുക്ക് വേണ്ട ഈ 2 സൈഡും ഇങ്ങനെ മടക്കി വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യൽ വൃത്തികേടായിപ്പോൾ. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പാവാടയിൽ മറ്റേ ബോർഡർ വെച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മേളിലും താഴെയും സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ പാവാടയിൽ 1.5 അളവ് ഇങ്ങനെ 1.5 വീതം ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് 1ാമത്തെ ഡോട്ട് പിടിച്ച് 2ാമത്തെ ഡോട്ട് ഉള്ളിലോട്ടാക്കി 3ാമത്തെ ഡോട്ടിലോട്ട് വയ്ക്കാം. 1ാമത്തെ ഡോട്ട് പിടിച്ച് 3ാമത്തെ ഡോട്ടിൽ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കുഞ്ഞു പിള്ളേരുടെ ഇതിലാകുമ്പം 1.5 മതിയാവും. നമുക്ക് പ്ലീറ്റിൻ്റെ വീതി ഇൻടേക്ക് ആയിരുന്നാലും പ്ലീറ്റ് ആയിരുന്നാലും 1.5 മതി. അപ്പോൾ നമുക്കത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും. ഞാൻ വിചാരിച്ച പോലെയല്ല, കണ്ടപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ഇനി ഞാൻ പട്ടയാണ്, നമ്മൾ ഹിപ്പിൽ വയ്ക്കാനുള്ള പട്ടയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇതൊരു 27 വീതിയിൽ ഒരു 6 ലെങ്ത്തിലുമാണ് എടുത്തിരിക്കുന്നത്. നീളം ഉണ്ടല്ലോ അത് 27, അതിൻ്റെ വീതി വന്നിട്ട് 6. എന്നിട്ട് നമുക്ക് അത് രണ്ടിൻ്റെയും 2 സൈഡും ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത് വെച്ച പാവാടയുടെയും 2 സൈഡും ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനിത് ഈ പട്ടയുണ്ടല്ലോ ഇതൊന്ന് 3/1 എന്ന ഭാഗം രീതിയിൽ മടക്കിയിട്ട്, കാരണം ഇച്ചിരി ഉള്ളിൽ ഇച്ചിരി കട്ടി വരാൻ വേണ്ടിയിട്ടാണ് 3/1 എന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് പ്ലീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടും. ഇനിയാണ് ഗൈസ്, നമ്മളിത് പഴയ തുണിയല്ലേ, അപ്പോൾ നമുക്കിതിന് നല്ലൊരു സ്റ്റിച്ചിങ് നല്ലൊരു ലൈനിങ്ങും കൂടെ ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു മുണ്ട്, ഇതാണ് ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത്. ഇത് നമുക്കൊരു പാവാടയ്ക്ക് തികയാത്തത് കൊണ്ട് ഞാനിതിനെ ലൈനിങ് ആയിട്ട് എടുത്തു. അപ്പം നമ്മൾ ആ ഒരു പാവാടയുടെ ലെങ്ത്ത് എത്രയെന്ന് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്തിനാണ് നമുക്ക് തുണി വേണ്ടത്. ഇത് ഇത്ര വീതിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇതിനെ 2ആയിട്ട് മുറിച്ച് വീണ്ടും ഇങ്ങനെ നീളത്തിന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ലൈനിങ് ഇടാൻ പറ്റുള്ളൂ. ആ ഒരു പട്ട വെച്ചതിൻ്റെ തൊട്ട് മേളിൽ വരെ നമുക്ക് ലൈനിങ് ഉണ്ടായിരുന്നാൽ മതി. പട്ട നല്ല കട്ടിയായതുകൊണ്ട് അങ്ങോട്ട് ലൈനിങ് വേണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ നീളത്തിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വെച്ച് കുറച്ച് പ്ലീറ്റ് വീതം എടുത്തെടുത്ത് നമുക്ക്
നമുക്ക് ഒരു ലൈനിങ്ങും കൂടെ ആക്കി അങ്ങ് കൊടുക്കണം. അപ്പം നല്ല കട്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ തുണി ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒരു എൻഡ് ഇങ്ങനെ ഒന്ന് ആ ഉള്ളിലോട്ട് മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ പാവാടയുടെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് പാവാട ഇട്ടണം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, പാവാടയുടെ സൈഡ് അടിച്ചു കൊടുക്കണം. ഓപ്പൺ ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു മൂന്നൊക്കെ മതി, 3-3.5 ഓപ്പൺ ഇട്ടിട്ട് ബാക്കി ഇത് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തയ്ച്ച ലൈനിങ്ങിൻ്റെ സൈഡും കൂടെ കൂട്ടിയടിക്കുമ്പോൾ ഗൈസ് ഇതേപോലെ കിട്ടും ഗൈസ്. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എൻ്റെ കയ്യിലുള്ള തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യാം, കൊച്ചിന് ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട്, സ്കൂളിൽ ഇടാൻ വേണ്ടിയിട്ട്, അന്നേരം എന്താവുന്നൊരു ഐഡിയ ഇല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇതുവരെ ഇങ്ങനെ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാനിങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ചു വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും കമൻറ്റൊക്കെ ഇട്ട് ലൈക്കൊക്കെ ഇട്ട് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.